ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം 21-ാമത്തെ ദശകം. നവവർഷങ്ങളും സപ്തദ്വീപാദികളും. 1-ാമത്തെ ശ്ലോകം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്രഭാജി ശർവേണ മന്ത്രനുതിഭി സമുപാസ്യമാനം സംഘർഷണാത്മകം അധീശ്വര സംശ്രയേ ത്വം. ഭുവ മധ്യോദ്ഭവേ ഇളാവൃത നാംനി. ഭൂമിയുടെ മധ്യപ്രദേശം, ഉത്പത്തിസ്ഥാനമായിട്ടുള്ള ഇളാവൃതം എന്നു പേരായ ഗൗരി പ്രധാന വനിതാജനമാത്രഭാജി ശ്രീ പാർവതീദേവിയാകുന്ന നായികയോടുകൂടിയ സ്ത്രീജനങ്ങൾ മാത്രമുള്ള വർഷേ. വർഷത്തില്, വർഷം എന്ന് വെച്ചാൽ പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ശർവേണ, ശർവൻ എന്ന് വെച്ചാൽ മഹാദേവര്. അപ്പോൾ ശർവേണ മന്ത്ര നുതിഭി, ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും നുതിഭി സ്തുതികളാലും സമുപാസ്യമാനം നന്നായി സേവിച്ചു പോരണ സംഘർഷണാത്മകം സംഘർഷണമൂർത്തിയായ അധീശ്വര ത്വാം സംശ്രയേ. സ്വാമിൻ, അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊള്ളുന്നു. ശ്രദ്ധിക്കാം, ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം 2 ദശകങ്ങളിലായിട്ടാണ് ഇവിടെ സംഗ്രഹിക്കുന്നത്. 20, 21 എന്നീ ദശകങ്ങൾ. അപ്പോൾ 20-ാമത്തെ ദശകം നാം നേരത്തെ കേട്ടു. ഋഷഭയോഗീശ്വരന്റെ കഥയാണ് അവിടെ നാം പഠിച്ചത്. ഇനി ഈ 21-ാമത്തെ ദശകത്തില് നവവർഷങ്ങൾ, അതായത് ഇളാവൃതം, ഭദ്രാശ്വം, ഹരിവർഷം, കേതുമാലം, രമ്യകം, ഹിരണ്മയം, ഉത്തരഗുരു, കിംപുരുഷം, ഭാരതം. അപ്പൊ ഇങ്ങനെയുള്ള ഈ 9 വർഷങ്ങളെ വർണ്ണിക്കട്ടെ. ആരൊക്കെയാണ് അവിടെ ഭഗവാനെ ഭജിക്കുന്നത്, ഏതേത് സ്വരൂപത്തിലാണ് ഭജിക്കുന്നത് എന്ന് ഈ ദശകം നമുക്കായിട്ട് പറഞ്ഞു തരണം. തുടർന്ന് സപ്തദ്വീപാദികളെയും ഈ ദശകം പഠിപ്പിക്കുന്നു. ആദ്യം ഇളാവൃതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമിയുടെ മധ്യഭാഗത്തായിട്ടാണ് ഇളാവൃത വർഷം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തൊരു പ്രത്യേകതയുണ്ട്. ഇളാവൃതത്തില് മഹാദേവര് മാത്രമേ പുരുഷനായിട്ടുള്ളൂ. അവിടെ മറ്റ് പുരുഷന്മാർ പ്രവേശിക്കാറില്ല. അഥവാ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവര് സ്ത്രീകളായിട്ട് മാറും ചെയ്യും. അപ്രകാരം പാർവതി ദേവിയുടെ ഒരു ശാപമുണ്ട്. ആ കഥയൊക്കെ പിന്നീട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞു, ഗൗരി പ്രധാന വനിതാജനമാത്രഭാജി. ശ്രീ പാർവതി ദേവിയാകുന്ന സ്വാമിനിയോട് കൂടിയ അനേക സഹസ്രം സ്ത്രീകളാൽ 4 ഭാഗത്തു നിന്നും സേവിക്കപ്പെടുന്നവനായ പരമേശ്വരൻ ശർവേണ മന്ത്രനുതുഭി സമുപാസ്യമാനം. ആ മഹാദേവര് മന്ത്രനുതിഭി, മന്ത്രങ്ങളാലും സ്തുതികളാലും സാക്ഷാൽ സംഘർഷണമൂർത്തിയെ സദാ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളാവൃതത്തില്. അപ്പൊ ശ്രദ്ധിക്കുക, ഇളാവൃത വർഷത്തില് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായിക്കൊണ്ട് ശ്രീ സംഘർഷണമൂർത്തിയെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ കവി പറഞ്ഞു, സംഘർഷണാത്മകം അധീശ്വര സംശ്രയേ ത്വം. ഹേ ഗുരുവായൂരപ്പ, സംഘർഷണമൂർത്തിയായിട്ട് ഇളാവൃതത്തിൽ പരിശോഭിക്കുന്നതായ അങ്ങയെ ഈ ഉള്ളവനും ശരണം പ്രാപിക്കുകയാണ്. 2-ാമത്തെ ശ്ലോകം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭിർഷിഭി. 2 പരിണൂയമാനം.
കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വനാമക, ഭദ്രാശ്വം എന്ന് പേരായതും ഇളാവൃത പൂർവവർഷേ, ഇളാവൃതത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളതുമായ ഖണ്ഡത്തില് ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം, ഭദ്രശ്രവസ്സുകള് എന്ന മഹർഷിമാരാൽ അസലായി സ്തുതിക്കപ്പെടുന്നവനായി കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം, കൽപ്പാന്തകാലത്തിങ്കൽ, അതായത് പ്രളയകാലത്ത്, ഗൂഢങ്ങളായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവിൽപ്പെട്ടതായ നിഗമങ്ങളെ, അതായത് വേദങ്ങളെ, ഉദ്ധരണ വീണ്ടെടുക്കുന്നതില്, പ്രാവീണ്യം അതായത് മിടുക്ക് കാട്ടിയവനായി, ഹയ ശീർഷതനും ദേവ ഭവന്തം ധ്യായാമി, ഹയഗ്രീവമൂർത്തിയായ ഹേ ദേവ, അങ്ങയെ ഈ ഉള്ളവൻ ധ്യാനിച്ചുകൊള്ളുന്നു. ശ്രദ്ധിക്കാം, രണ്ടാമത്തെ വർഷമായിരിക്കുന്ന ഭദ്രാശ്വ വർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. എവിടെയാണ് ഈ ഭദ്രാശ്വ വർഷം? കഴിഞ്ഞ ശ്ലോകത്തില് ഇളാവൃതത്തെക്കുറിച്ച് കേട്ടുവല്ലോ. ഭൂമിയുടെ മധ്യത്തിലാണ് ഇളാവൃതം എന്ന് പറയുകയും ചെയ്തു. ആ ഇളാവൃതത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഭദ്രാശ്വ വർഷം. അവിടെ ധർമ്മന്റെ പുത്രനായിരിക്കുന്ന ഭദ്രശ്രവസ്സും അദ്ദേഹത്തിന്റെ കുലത്തിലെ ശ്രേഷ്ഠരായ പുരുഷന്മാരും കൂടി ഭഗവാൻ ശ്രീ വാസുദേവന്റെ ഹയഗ്രീവ സ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അപ്പൊ എന്തിനായിരുന്നു ഭഗവാൻ ഇങ്ങനെ ഹയഗ്രീവ സ്വരൂപത്തെ എടുത്തത്? ഈ ശ്ലോകത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം, പ്രളയകാലത്ത് മറഞ്ഞുപോയതായിരിക്കുന്ന നിഗമം, അതായത് വേദം, ആ വേദത്തെ വീണ്ടെടുക്കാനായിട്ട് ഭഗവാൻ ഒരു അവതാരം എടുത്തു, ഹയഗ്രീവനായിട്ട് അവതരിച്ചു. ഇവിടെ ഭദ്രശ്രവസ്സുകള് പറയണ എന്താ വെച്ചാൽ, അവരുടെ പ്രാർത്ഥന, ഭദ്രശ്രവസ്സുകളുടെ പ്രാർത്ഥന ധർമ്മസ്വരൂപകനും ഉപാസകന്മാരുടെ മനസ്സിലെ മാലിന്യത്തെ അകറ്റി ശുദ്ധീകരിക്കണവനുമായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ഹേ ഭഗവൻ, പ്രളയകാലത്ത് മധുകൈടഭന്മാര് ബ്രഹ്മാവിന്റെ മുഖത്തുനിന്ന് വേദങ്ങളെ അപഹരിച്ചു. അവര് നേരെ പോയത് രസാതല ലോകത്തിലേക്കാണ്. അവിടെ പോയിട്ട് ഒളിച്ചു. ബ്രഹ്മാവിന്റെ പ്രാർത്ഥന പ്രകാരം ഈ വേദങ്ങളെ ഉദ്ധരിക്കാൻ അങ്ങ് ഹയഗ്രീവനായിട്ട് അവതരിച്ചു. കഴുത്തിന് മീതെ കുതിരയും താഴെ മനുഷ്യനും. അങ്ങനൊരു അവതാരാണ് ഈ ഹയഗ്രീവാവതാരം. ഭഗവാൻ ഈ അസുരന്മാരെ യുദ്ധം ചെയ്തവരെ നിഗ്രഹിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുക്കുകയും ചെയ്തു. സത്യസ്വരൂപനായിരിക്കണ അങ്ങേക്ക് നമസ്കാരം. ഭദ്രശ്രവസ്സുകള് സദാ ഭഗവാന്റെ ഈ ഹയഗ്രീവ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭദ്രാശ്വ വർഷത്തില്. ശ്രീമന്നാരായണീയത്തില് ഇവിടെ കവി, ഭക്തനായ കവി പറഞ്ഞു, ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. കരുണാമയനായിരിക്കണ ഹേ ഗുരുവായൂരപ്പ, ഹയഗ്രീവ സ്വരൂപത്തെ ഈ ഉള്ളവനും ഇതാ നമസ്കരിക്കണോ. ശ്രദ്ധിക്കാം. അപ്പൊ രണ്ടാമത്തെ വർഷമായിരിക്കുന്ന ഭദ്രാശ്വ വർഷത്തില് ഭദ്രശ്രവസ്സുകള് ഭഗവാന്റെ ഹയഗ്രീവ സ്വരൂപത്തെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ശ്ലോകം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ദക്ഷിണഗതേ ഹരിവർഷ വർഷേ, ഇളാവൃതത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദ മുഖ്യപുരുഷൈ
പരിഷേവ്യമാണം പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങളാൽ നന്നായി സേവിക്കപ്പെടുന്നവനും ഉത്തുംഗശാന്തധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം, ഉത്തുംഗ അത്യുന്നതവും, ശാന്ത ശമാതി ഗുണപ്രധാനവും, ധവളാകൃതിം വെളുത്തതുമായ ആകൃതിയുള്ളവനും, ശുദ്ധമായ ഏകജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവൻ നരഹരിം ഭവന്തം ധ്യായാമി. ഭഗവാനെ, നരസിംഹമൂർത്തിയായ അവിടുത്തെ ഈ ഉള്ളവൻ ധ്യാനിച്ചുകൊള്ളുന്നു. ഈ ഒരു ശ്ലോകത്തില് ഹരിവർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇളാവൃതത്തിന്റെ തെക്ക് ഭാഗത്താണ് ഹരിവർഷം. അവിടെ ഭഗവാൻ നരസിംഹ സ്വരൂപത്തില് സ്ഥിതി ചെയ്യണം. പരമഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ ഹരിവർഷത്തിലെ ഭക്തന്മാരോടൊന്നിച്ച് സദാ ഹരിവർഷത്തിൽ വെച്ച് നരസിംഹമൂർത്തിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഭാഗവതോത്തമനായിരിക്കുന്ന പ്രഹ്ലാദന്റെ പ്രാർത്ഥന? ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ്തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ രന്ധയ തമോ ഗ്രസ ഗ്രസ ഓം സ്വാഹ അഭയം അഭയം ആത്മനി ഭൂയിഷ്ഠ ഓം ക്ഷൗം. നരസിംഹമൂർത്തിക്ക് നമസ്കാരം. സകല തേജസ്സുകൾക്കും തേജസ്സായിരിക്കുന്ന അവിടത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഹേ മഹാപ്രഭോ, ഞങ്ങൾക്ക് പ്രത്യക്ഷ ദർശനം തന്നാലും നല്ല വർഷം പോലെ മൂർച്ചയുള്ള നഖങ്ങളോടും ദംഷ്ട്രകളോടും കൂടിയവനായ അങ്ങേ ഉപാസിക്കണ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് സകലമാന കർമ്മവാസനകളെയും അവിടുന്ന് ഇല്ലാണ്ടാക്കി തീർക്കണം. നമ്മെ ഓരോരുത്തരെയും താഴേക്ക് പിടിച്ചു വലിക്കുന്നതായ അവിദ്യ, അജ്ഞാനം, തമോ ഗ്രസ ഗ്രസ, ആ അവിദ്യയെ ഗ്രസിച്ചാലും ഗ്രസിച്ചാലും സർവ്വതും അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിന് ക്ഷേമമുണ്ടാവട്ടെ. നല്ലൊരു പ്രാർത്ഥനയാണ് ഈ പ്രഹ്ലാദന്റെ. അദ്ദേഹം പറയേണ്ടത് നരസിംഹമൂർത്തിയോട്, ദുഷ്ടൻ ദുഷ്ടത നീങ്ങിയിട്ട് പ്രസന്നനായിട്ട് തീരട്ടെ. ജീവജാലങ്ങള് പരസ്പരം സ്നേഹത്തോടെ കഴിയാനുള്ള ബുദ്ധി ഉണ്ടാവട്ടെ. അങ്ങയെ നന്നായിട്ട് ധ്യാനിക്കട്ടെ. ഭജിക്കുന്നവർക്ക് സർവാഭീഷ്ടങ്ങളെയും അങ്ങ് പ്രദാനം ചെയ്താലും ഇപ്രകാരമൊക്കെ സ്തുതിക്കണോ. പരമഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ, ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ഹേ ഗുരുവായൂരപ്പ, നരസിംഹാകൃതിയെ എടുത്ത അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഈ ഉള്ളവനത നമസ്കരിക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേത്വാം. ലളിതാത്മനി കേതുമാലേ പ്രതീചി വർഷേ. ഛന്തം തികഞ്ഞ വടിവുള്ളതും കേതുമാലം എന്ന പേരുള്ളതും പ്രതീചി വർഷേ. പ്രതീചി എന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതുമായ വർഷത്തിൽ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം, ലീലാവിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും അതിമനോഹരമായ ആകൃതിയുള്ളവനും ലക്ഷ്മ്യാ പ്രജാപതിസുതൈഹി ച നിഷേവ്യമാണം. ശ്രീ ഭഗവതിയും പ്രജാപതിസുതൈഹി എന്ന് പറഞ്ഞ പ്രജാപതിയുടെ പുത്രന്മാര്. പ്രജാപതി വെച്ചാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ പുത്രന്മാര് സനകാദികള്.
അപ്പോൾ ശ്രീ ഭഗവതിയും സനകാദികളും നന്നായി സേവിച്ചു പോരുന്നവനും തസ്യാഹ പ്രിയായ, ആ ശ്രീ ഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടി ധൃതകാമതനും ത്വാം ഭജേ, കാമദേവനായി അവതരിച്ച അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ശ്രദ്ധിക്കാം, ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കേതുമാല വർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. കേതുമാല വർഷത്തിന്റെ അധിപതി സംവത്സരൻ എന്ന പ്രജാപതിയാണ്. ഭഗവാൻ ഈ കേതുമാല വർഷത്തില് കാമദേവ സ്വരൂപേണ പ്രകാശിക്കുകയാണ്. ശ്രദ്ധിക്കണേ, രണ്ട് പക്ഷം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രദ്യുമ്നനെയാണ് ഇവിടെ കാമദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രജാപതി സുതന്മാര് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ പ്രജാപതി എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, അദ്ദേഹത്തിന്റെ പുത്രന്മാര്, സനകാദികള് എന്നൊരു പക്ഷം. അപ്പൊ അവർ അവിടെ ഭജിച്ചു പോരണോ? ഇനി മറ്റൊരു അഭിപ്രായം എന്താ വെച്ചാൽ, കേതുമാല വർഷത്തിന്റെ അധിപതി സംവത്സരനാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചുല്ലോ. അതായത് സംവത്സരൻ എന്ന പ്രജാപതി, അദ്ദേഹത്തിന്റെ കുട്ടികള്. അപ്പൊ ആരാ അദ്ദേഹത്തിന്റെ കുട്ടികള്? 360 ആൺകുട്ടികളും 360 പെൺകുട്ടികളും അദ്ദേഹത്തിനുണ്ട്. അതായത് 360 പകലുകളും 360 രാത്രികളാകുന്ന പുത്രിമാരും എന്നർത്ഥം. അപ്പോൾ ഇവരുടെയും ലക്ഷ്മി ഭഗവതിയുടെയും പ്രീതിക്കായിട്ട് ആ വർഷത്തിൽ ഭഗവാൻ കാമദേവ സ്വരൂപേണ സ്ഥിതി ചെയ്യണു. ഹേ ഭഗവൻ, ലക്ഷ്മിയാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം തസ്യാഹ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. സാക്ഷാൽ ശ്രീ ഭഗവതിയും പ്രജാപതി സുതന്മാരും നന്നായി സേവിച്ചു പോരുന്നവനും മഹാലക്ഷ്മിയുടെ പ്രീതിക്കായിട്ട്, അതുപോലെ സംവത്സരന്റെയും സുതന്മാരുടെയും പ്രീതിക്കായിട്ട് കാമദേവ സ്വരൂപേണ പ്രകാശിക്കുന്നതായ ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ ഈ ഉള്ളവനിതാ ഭജിക്കണോ. 5-ാമത്തെ ശ്ലോകം. രമ്യേ ഹ്യുതീചി ഖലു രമ്യകനാം നിവർഷേ തദ്വർഷനാഥമനുവന്യസപര്യമാണം ഭക്തൈകവത്സലമമസ്സരഹുസുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഉദീചി ഖലു രമ്യേഹി രമ്യകനാംനി വർഷേ. ഉദീചി എന്ന് വെച്ചാൽ വടക്ക് ഭാഗത്ത്, അതായത് ഇളാവൃതത്തിന്റെ നേരെ വടക്ക് ഭാഗത്ത് അതി രമണീയമായ രമ്യകം എന്ന് പേരുള്ളതായ വർഷത്തിൽ, ഭൂഖണ്ഡത്തിൽ, തത് വർഷനാഥ, ആ വർഷത്തിന്റെ, അതായത് രമ്യക വൃക്ഷത്തിന്റെ നാഥനായ മനുവര്യ സപര്യമാണം, മനുശ്രേഷ്ഠനാൽ പൂജിക്കപ്പെടുന്നവനായി, ഭക്തൈകവത്സലം, ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിൽ മുഖ്യനായിട്ട്, അമത്സര ഹൃത്സു ഭാന്തം, നിർമത്സരന്മാരുടെ ഉള്ളില് വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായി, മത്സ്യാകൃതിം ഭുവനനാഥ ഭവന്തം ഭജേ, മത്സ്യരൂപത്തില് അവതരിച്ചവനായ ഹേ ജഗന്നാഥ, അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ശ്രദ്ധിക്കാം, ഇളാവൃതത്തിന്റെ വടക്ക് ഭാഗത്തുള്ള രമ്യക വർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. രമ്യക വർഷത്തില് ഭഗവാൻ മത്സ്യസ്വരൂപേണ വിളങ്ങണു. ആ വർഷത്തിന്റെ അധിപതി മനുവാണ്, വൈവസ്വത മനുവാണ്. പൂർവജന്മത്തില് സത്യവ്രത മഹാരാജാവായിരുന്ന അദ്ദേഹത്തിന് ഭഗവാൻ മത്സ്യസ്വരൂപേണ ദർശനം കൊടുത്തിട്ടുണ്ട്. തന്റെ ഉപാസനാമൂർത്തിയായ മത്സ്യനാരായണ സ്വാമിയെ വൈവസ്വത മനു ഇപ്പോഴും ഭക്തിയോഗം കൊണ്ട് ആശ്രയിച്ചു വരണം. മത്സ്യാവതാര കഥയൊക്കെ പിന്നീട് നമുക്ക് വിസ്തരിച്ച് കേൾക്കാനുള്ളതാണ്. ഇവിടെ കവി പറഞ്ഞു,
മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഹേ ഗുരുവായൂരപ്പ, എപ്രകാരാണോ അങ്ങ് പണ്ട് സത്യവ്രത മഹാരാജാവിന് ദർശനമേകിയത്, മത്സ്യരൂപത്തിൽ അവതരിച്ചവനായ അങ്ങയെ ഈ ഉള്ളവനും ഇതാ ആത്മാർത്ഥമായിട്ട് ഭജിച്ചുകൊള്ളുന്നു. 6-ാമത്തെ ശ്ലോകം. വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാഹമാസീനം അധ്രി ധൃതി കർമ്മഠ കാമഠാംഗം സംസേവത്തെ പിതൃഗണ പ്രവരോജ്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഔത്തരാഹം ഹിരണ്മയ സമാഹ്വയം വർഷം ആസീനം. തൊട്ട് വടക്ക് ഭാഗത്തുള്ളതും ഹിരണ്മയം എന്ന് പേരുള്ളതുമായ വർഷത്തിൽ ഉപവേശിക്കുന്നവനായി അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം. അദ്രി പർവ്വതത്തെ, ഇവിടെ മന്ദരപർവ്വതത്തെയാണ് ഉദ്ദേശിച്ചത്, പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ കൂർമ്മ ശരീരമുള്ളവനായി പിതൃഗണപ്രവരഹ, പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ് യം സംസേവത്തെ തം ത്വാം, നന്നായി സേവിക്കുന്നവനായ അങ്ങയെ പരചിന്മയാത്മൻ ഭഗവൻ ഭജാമി, പരമാർത്ഥജ്ഞാനസ്വരൂപനായ ഭഗവാനെ അവിടുത്തെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ശ്രദ്ധിക്കുക, ഹിരണ്മയ വർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പ്രതിപാദിക്കുന്നത്. ഇനി എവിടെയാണ് ഈ ഹിരണ്മയ വർഷം സ്ഥിതി ചെയ്യുന്നത്? ഔത്തരാഹം എന്ന് പറഞ്ഞു. മുൻപ് പറഞ്ഞ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ വർഷത്തിന്റെ തൊട്ടുവടക്ക് ഭാഗത്ത്, അതായത് രമ്യക വൃക്ഷത്തിന്റെ തൊട്ടുവടക്ക് ഭാഗത്ത് ഈ ഹിരണ്മയ വൃക്ഷത്തില് ഭഗവാൻ കൂർമ്മസ്വരൂപേണ പ്രകാശിക്കണം. ഇനി ആരാണ് ശ്രീ കൂർമ്മമൂർത്തിയെ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? പിതൃഗണപ്രവരഹ അര്യമ, പിതൃക്കളുടെ അധിപതിയായിരിക്കുന്ന അര്യമാവാണ് ഈ ഹിരണ്മയ വൃക്ഷത്തില് ഭക്തന്മാരോട് ഒരുമിച്ച് കൂർമ്മമൂർത്തിയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീമൻ നാരായണീയം പറഞ്ഞു, തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഇപ്രകാരമാണോ പരമഭക്തനായിരിക്കുന്ന അര്യമാവ് ഹിരണ്മയ വൃക്ഷത്തില് കൂർമ്മസ്വരൂപിയായിരിക്കുന്ന അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത്? ആ അങ്ങയെ പരമാർത്ഥജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ഈ ഉള്ളവനും ഭജിക്കണം. അവിടുത്തെ കൂർമാകൃതിയെ ഈ ഉള്ളവനും ഇതാ നമസ്കരിക്കുകയാണ്. 7-ാമത്തെ ശ്ലോകം. കിഞ്ചോത്തരേഷു ഗുരുഷു പ്രിയയാ ധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുതയജ്ഞവരാഹമൂർത്തേ. കിം ച ഉത്തരേഷു കുരുഷു. കിം ച എന്നു മാത്രമല്ല, ഹിരണ്മയ വർഷത്തിന്റെ വടക്ക് ഭാഗത്ത് ഉത്തരകുരു വർഷത്തില്, ഉത്തരകുരു ഖണ്ഡത്തിൽ പ്രിയയാ ധരണ്യ, പ്രിയയായ ഭൂമിദേവി മഹിതമന്ത്രനുതി പ്രഭേതൈഹി സംസേവിതഃ, വിശേഷപ്പെട്ട നാനാ മന്ത്രങ്ങൾ കൊണ്ടും നാനാ സ്തോത്രങ്ങൾ കൊണ്ടും നന്നായി സേവിച്ചുകൊണ്ടിരിക്കുന്നവനും ദംഷ്ട്രാഗ്രഘൃഷ്ടഘന പൃഷ്ടഗരിഷ്ടവർഷ്മാ. ദംഷ്ട്ര എന്ന് വെച്ച തേറ്റകള്. അപ്പോൾ ദംഷ്ട്ര അഗ്രഘൃഷ്ട,
തേറ്റകളുടെ അറ്റം കൊണ്ട് ഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം. അപ്പോൾ ഈ തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്നുരുമിയ ഊക്കൻ ശരീരമുള്ളവനുമായ ത്വം അവിടുന്ന് വിജ്ഞനുത യജ്ഞ വരാഹമൂർത്തേ പാഹി. വിജ്ഞ ജ്ഞാനികളാല്, നുത എന്നുവെച്ചാൽ സ്തുതിക്കപ്പെട്ട, വരാഹമൂർത്തേ ഹേ വരാഹമൂർത്തേ പാഹി രക്ഷിക്കണേ. കുരുവർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. ഹിരണ്മയ വർഷത്തിന്റെ വടക്ക് ഭാഗത്താണ് ഈ കുരുവർഷം സ്ഥിതി ചെയ്യുന്നത്. അവിടെ സാക്ഷാൽ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് ശോഭിക്കുകയാണ്. സാക്ഷാൽ ഭൂമിദേവി കുരുവർഷത്തിലെ ഭക്തന്മാരോട് കൂടിയിട്ട് ആ ഭഗവാനെ സദാ സേവിക്കണം. ഭൂമിദേവി പറയണെന്താ വെച്ചാൽ, മന്ത്രങ്ങളെ കൊണ്ട് യഥാർത്ഥ സ്വരൂപത്തിൽ അറിയപ്പെടുന്ന ഭഗവാന് നമസ്കാരം. യജ്ഞവരാഹമൂർത്തി എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ഹിരണ്യാക്ഷനെ യുദ്ധത്തിൽ ഇല്ലാതാക്കി തീർത്ത് രസാതല ലോകത്തിൽ നിന്ന് ഈ ഭൂമിയായിരിക്കുന്ന എന്നെ നിഷ്പ്രയാസം ഉയർത്തിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് സ്ഥാപിച്ച അവിടുത്തെ പാദങ്ങളില് ഈ ഉള്ളവള് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. ഇവിടെ കവി പറഞ്ഞു, ഹേ ഗുരുവായൂരപ്പ, വരാഹസ്വരൂപത്തെ ധരിച്ചതായിരിക്കുന്ന അവിടുത്തെ ഈ ഉള്ളവനും ഇതാ നമസ്കരിക്കണോ, രക്ഷിക്കണേ. ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന അവിടുന്ന് ഈ ഉള്ളവനെ രക്ഷിക്കുക. 8ാമത്തെ ശ്ലോകം. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാദ്ഭുതരൂപശാലീ രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ. യാമ്യാം ദിശം. യാമ്യാം ദിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത്, അതായത് ഇളാവൃതത്തിന്റെ തെക്ക്, ഹരിവർഷത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്ത്. കിംപുരുഷാഖ്യവർഷേ. കിംപുരുഷം എന്ന് പേരുള്ളതായിരിക്കുന്ന വർഷത്തില് ദൃഢഭക്തിഭാജ, നല്ല ഉറച്ച ഭക്തിയുള്ള, ഹനുമത സംസേവിത, ശ്രീ ഹനുമാനാൽ നന്നായി സേവിക്കപ്പെടുന്നവനായി, സീതാഭിരാമ പരമാദ്ഭുത രൂപശാലി, സീതാഹൃദയഹാരിയും പരമാദ്ഭുത രൂപശാലി, അത്യാശ്ചര്യകരവുമായ ആകാരത്താൽ ശോഭിക്കുന്നവനായി, രാമാത്മക പരിലസൻ, ശ്രീരാമാവതാരം പൂണ്ട് പരിശോഭിക്കുന്നവനായ, വിഷ്ണോഹോ പരിപാഹി, ശ്രീ മഹാവിഷ്ണു അവിടുന്ന് പരിപാലിക്കണേ. ശ്രദ്ധിക്കുക, കിംപുരുഷ വർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. ഹരിവർഷത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കിംപുരുഷ വർഷം. അവിടെ ഭഗവാന്റെ പാദസേവയില് അത്യാസക്തനും പരമഭക്തനുമായിരിക്കുന്ന ഹനുമാൻ, ആഞ്ജനേയരുടെയൊക്കെ ഭക്തി അവർണ്ണനീയമാണ്. ഭക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ശ്രീ ഹനുമാനെ നന്നായിട്ട് അറിയണം. പരമഭാഗവതനായിരിക്കുന്ന ഹനുമാൻ ഈ ഒരു വർഷത്തില് കിംപുരുഷന്മാരോടൊന്നിച്ച് ലക്ഷ്മണാഗ്രജനും സീതാഭിരാമനുമായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഉപാസിച്ചുകൊണ്ടിരിക്കണം. കിംപുരുഷ വർഷത്തിന്റെ അധിപൻ ആർഷ്ടിഷേണനാണ്. അദ്ദേഹം വലിയൊരു രാമഭക്തനാണ്. ഈ കിംപുരുഷ വർഷത്തില് ഗന്ധർവന്മാര് രാമായണം പാടിക്കൊണ്ട് സഞ്ചരിക്കണം. എവിടെയാണോ രാമകഥകള് പറയണത്, എവിടെയാണോ രാമഗാനം പാടുന്നത്, അവിടെ ആദ്യം എത്തിച്ചേരുക ഭക്ത ഹനുമാൻ. ആഞ്ജനേയര് സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ.
ഹേ മഹാപ്രഭോ, അജ്ഞാനത്തെ നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയവനാണ് അവിടുന്ന്. അതിശ്രേഷ്ഠമായ ലക്ഷണങ്ങളും സ്വഭാവങ്ങളും ആചരണങ്ങളും ഉള്ളവനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. സത്തുക്കൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണോ ആവശ്യമായിട്ടുള്ളത്, ആ ഗുണങ്ങളൊക്കെ ശ്രീരാമ വിഗ്രഹത്തിൽ നിറഞ്ഞിരിക്കുന്നു. പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ഈയുള്ളവൻ ഇതാ നമസ്കരിക്കുന്നു. വെറും ഒരു രാവണവധത്തിന് വേണ്ടി ആയിരുന്നില്ല ഭഗവാന്റെ രാമാവതാരം. മഹാത്മാവായിരിക്കണ ആഞ്ജനേയർ പറയണ്ട, എന്തിനാ ഭഗവാൻ ഇങ്ങനൊരു മനുഷ്യാവതാരം എടുത്തിരിക്കുന്നത്? സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യർക്ക് മാതൃകയായി തീരാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ രാമാവതാരം എടുത്തിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ ആത്മാരാമനായിരിക്കുന്ന അവിടത്തേക്ക് സീതാവിരഹം മൂലം ദുഃഖമുണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രാകൃത മനുഷ്യരെ പോലെയല്ലേ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാപഹരണം കഴിഞ്ഞ ആ സന്ദർഭത്തില് സീതയെ അന്വേഷിച്ചുകൊണ്ട് നടന്നത്, കരഞ്ഞത്? സത്യസ്വരൂപനായിരിക്കുന്ന അവിടുന്ന് ഒരു വസ്തുവിലും ആസക്തനല്ല. ജന്മം, കുലമഹിമ, സൗന്ദര്യം, വാഗ്മാധുര്യം, ബുദ്ധി, ശക്തി, ആകൃതി, ഇതുകൊണ്ടൊന്നും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. വാത്സല്യനിധിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. അവിടുന്ന് ബന്ധം വെച്ചത് ആരായിട്ടാ? വാനരന്മാരായിട്ടല്ലേ. അതിനാൽ ഇവിടെ ആഞ്ജനേയർ പറയണു, ദേവനാവട്ടെ, അസുരനാവട്ടെ, മനുഷ്യനാവട്ടെ, വാനരനാവട്ടെ, വേണ്ടതെന്താ? ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സർവാത്മന ഭജിക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് രാമായണം പഠിച്ചുകൊള്ളുക. രാമായണ കഥകളിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തൊരു സ്നേഹാണ് ആ ഭഗവാന്. ഏറ്റവും അവസാനം സ്വർഗാരോഹണത്തോടടുത്ത ആ സമയത്ത് തന്നോടൊപ്പം സരയൂ നദിയിൽ മുങ്ങിയ അയോധ്യാവാസികൾക്കൊക്കെ ഭഗവാൻ മുക്തിയെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കും മഹാത്മാവായിരിക്കുന്ന ആഞ്ജനേയരുടെ പുറകിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ആ മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കാം. സീതാഭിരാമ പരമാദ്ഭുതരൂപശാലീ രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ. 9-ാമത്തെ ശ്ലോകം. ശ്രീനാരദേന സഹഭാരതഖണ്ഡമുഖീ ത്വം സാഖ്യയോഗനുതിഭി സ്വമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ, ശ്രീനാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ സാഖ്യയോഗ നുതിഭി സമുപാസ്യമാന, സാഖ്യശാസ്ത്ര തത്വപ്രകാശകങ്ങളും യോഗശാസ്ത്ര പ്രകാശകങ്ങളുമായ സ്തോത്രങ്ങൾ കൊണ്ട് വേണ്ടതുപോലെ ഉപാസിക്കുന്നവനും ഇഹ ആകൽപകാലം സാധുജനാഭിരക്ഷീ, ഇഹ ഇവിടെ, അതായത് ഭാരതവർഷത്തിൽ, ആകൽപകാലം പ്രളയം വരെയും, സാധുജനാഭിരക്ഷീ സുകൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും, നരസഖ നാരായണ ത്വം ഭൂമൻ പരിപാഹി, നരസഖ നരനാകുന്ന സുഹൃത്തോടുകൂടിയവനും ആയ നാരായണ ത്വം ഭൂമൻ പരിപാഹി, നാരായണനാകുന്ന ഹേ ഭഗവൻ അങ്ങ് രക്ഷിക്കണേ, പരിപാഹി. ശ്രദ്ധിക്കുക, ഭാരതവർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. കിംപുരുഷ വർഷത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഭാരതവർഷം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ 2 രൂപത്തിൽ പ്രകാശിക്കുന്നുണ്ട്, നരനായും നാരായണനായും.
ആത്മോപകാസകന്മാരോടുള്ള അനുകമ്പയാല് കൽപ്പകാലം വരെ നീണ്ടു നിൽക്കുന്ന തപസ്സിനെയാണ് നരനാരായണന്മാര് ആചരിച്ചു വരുന്നത്. നരനാരായണ സ്വരൂപിയായ ഭഗവാനെ ശ്രീ നാരദ മഹർഷി ഭാരതത്തിലെ വർണ്ണാശ്രമധർമ്മികളോടൊന്നിച്ച് സാഖ്യം, യോഗം എന്നീ മാർഗങ്ങളിലൂടെ ഉപാസിച്ചു വരുന്നു. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഈ സാഖ്യവും യോഗവും ഒക്കെ ഉപദേശിച്ചിരിക്കുന്നത്. ശ്രീമന് നാരായണീയത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഈയൊരു ഭാരതവർഷത്തില് പ്രളയകാലം വരെ സുകൃതികളുടെ ക്ഷേമത്തിനായിട്ട് തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഹേ നരനാരായണ സ്വാമിമാരെ, ഞങ്ങളെയൊക്കെ അവിടുന്ന് പരിപാലിച്ചാലും നേർവഴി കാണിച്ചു തന്നാലും. 10-ാമത്തെ ശ്ലോകം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ജേംബുരൂപമധ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപം അപി പുഷ്കരനാംനി ലോകാഃ. അയി പ്ലാക്ഷേ അർക്കരൂപം. അല്ലയോ ഭഗവാനെ, പ്ലാക്ഷ ദ്വീപത്തിൽ ആദിത്യസ്വരൂപനും ശാൽമലെ ഇന്ദുരൂപം, ശാൽമല രൂപത്തിൽ ചന്ദ്രസ്വരൂപനും കുശനാമനി ദ്വീപേ, കുശം എന്നു പേരായ ദ്വീപിൽ വഹ്നിരൂപം അഗ്നിസ്വരൂപനും ക്രൗഞ്ചേ, ക്രൗഞ്ചദ്വീപിൽ അംബുരൂപം ജലസ്വരൂപനും അധ ശാകേ വായുമയം ച, ശാകദ്വീപത്തിൽ ആകട്ടെ വായുസ്വരൂപനും പുഷ്കരനാംനി ബ്രഹ്മരൂപം അപി ത്വം ലോകേശ ലോകാഃ ഭജന്തി. പുഷ്കരദ്വീപിൽ പരബ്രഹ്മസ്വരൂപനും ആയ ഹേ ഗുരുവായൂരപ്പ, അങ്ങേ ഭക്തര് ഭജിക്കണം. ശ്രദ്ധിക്കുക, ഈയൊരു ദശകത്തിന്റെ വിഷയം നവവർഷങ്ങളും സപ്തദ്വീപാദികളും ആണ് എന്ന ആരംഭത്തിൽ പറഞ്ഞുവല്ലോ. അപ്പൊ ഈ സപ്തദ്വീപുകളില് ഒന്നാമത്തേതാണ് ജംബുദ്വീപ്. ഈ ജംബുദ്വീപിനകത്താണ് ഈ നവവർഷങ്ങളുള്ളത്. ജംബുദ്വീപിനെ 9 ഖണ്ഡങ്ങളാക്കിയിട്ട് മാറ്റി, അഥവാ 9 വർഷങ്ങൾ 9 പ്രദേശങ്ങളാക്കിയിട്ട് മാറ്റി. ഇളാവൃതം, ഭദ്രാശ്വം, ഹരിവർഷം, കേതുമാലം, രമ്യകം, ഹിരണ്മയം, ഉത്തരഗുരു, കിംപുരുഷം, ഭാരതം. അപ്പോൾ ഈ 9-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളില് ഈ 9 വർഷങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട്. അതായത് ജംബുദ്വീപിനെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതിൽ വളരെയധികം ഈ ജംബുദ്വീപില് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഭാരതവർഷം. എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നാം ഓരോരുത്തരും. ഭാരതത്തില് ഒരു ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പരമസുഹൃതാണ്. എത്ര ജന്മങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് മുഴുവൻ ഈ ഒരു പുണ്യഭൂമിയില് ഈ ഭാരതത്തിലാവാനാണ് സുഹൃതികള് സർവേശ്വരനോട് പ്രാർത്ഥിക്കാറ്. നമ്മുടെ ഈ ഭാരതവർഷത്തില് അനേക നദികളും പർവ്വതങ്ങളും ഒക്കെയുണ്ട്. മലയം, മംഗളപ്രസ്ഥം, മൈനാകം, ത്രികൂട്ടം, ഋഷഭം, കുടക്കം, കോല്ലകം, സഹ്യം, ദേവഗിരി, ഋഷ്യമൂകം, ശ്രീശൈലം, വെങ്കടം, മഹേന്ദ്രം, വാരിധാരം, വിന്ധ്യ, ഇങ്ങനെ പോണു. അതുപോലെ ഈ പർവ്വതങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികൾ അനവധിയുണ്ട്. പുണ്യഭൂമിയായിരിക്കണ നമ്മുടെ ഈ ഭാരതത്തെ ശുദ്ധീകരിക്കുന്ന നദികള് ചന്ദ്രവശ, താമ്രവർണി, അവടോത, കൃതമാല, വൈഹായസി, കാവേരി, വേണി,
പയസ്വിനി, തുംഗഭദ്ര, കൃഷ്ണ, ഭീമരഥി, ഗോദാവരി, ഗംഗ, യമുന, സരസ്വതി, മന്ദാകിനി, ഇങ്ങനെ പോണു ഈ നദികളുടെ പേരുകൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരണം എന്താ വെച്ചാൽ, ഭാരതവർഷത്തിലെ പർവ്വതങ്ങളുടെയോ നദികളുടെയോ പേര് സ്മരിച്ചാൽ തന്നെ മതി, സർവതരത്തിലുള്ള പാപങ്ങളും ഇല്ലാതായിട്ട് തീരണം. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാ. ഈ ഒരു പുണ്യഭൂമിയിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമുക്കൊരു ജന്മം തന്നില്ലേ. ശ്രദ്ധിക്കാം. തുടർന്ന് ഇവിടെ 10ാമത്തെ ശ്ലോകത്തില് 6 ദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെ 6 ദ്വീപുകള്? പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം. ഇനി ഈ ദ്വീപുകളും ദ്വീപുകൾക്ക് ചുറ്റുമുള്ളതായ സമുദ്രവും അതുപോലെ അതാത് ദ്വീപിന്റെ അധിപനാരാ എന്നും പറയാം. പ്രിയവ്രത മഹാരാജാവിന്റെ പുത്രന്മാർക്കാണ് ഈ ദ്വീപുകൾ കൊടുത്തിരിക്കുന്നത്. ജംബൂദ്വീപിന് ചുറ്റും ലവണ സമുദ്രമാണ്. പ്രിയവ്രതപുത്രനായിരിക്കുന്ന അഗ്നീന്ദ്രനാണ് ഈ ജംബൂദ്വീപിന്റെ അധിപൻ. അടുത്തത് പ്ലക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. പ്ലാക്ഷേ അർക്കരൂപമയി. ഈ പ്ലാക്ഷം എന്ന ഈ ദ്വീപിന് ചുറ്റും ഇക്ഷുരസ സമുദ്രമാണ്. ഇക്ഷുരസം എന്ന് പറഞ്ഞ കരിമ്പിൻ നീര് എന്നൊരർത്ഥമുണ്ട്. ഈ ദ്വീപില് വസിക്കുന്നവരൊക്കെ സാക്ഷാൽ സൂര്യനാരായണനെയാണ് ഭജിക്കുന്നത്. അതവിടെ പറഞ്ഞത് പ്ലാക്ഷേ അർക്കരൂപമയി. അർക്കെന്ന് വെച്ചാൽ സൂര്യൻ. ഈ ദ്വീപിന്റെ അധിപൻ ഇത്മജിഹ്വനാണ്. തുടർന്ന് അടുത്ത ദ്വീപ് ശാൽമലി. സുരോധം എന്ന സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കണു ഈ ഒരു ദ്വീപ്. ഇവിടെ ചന്ദ്രനെയാണ് ഈ ദ്വീപില് വസിക്കുന്നവര് ഉപാസിക്കാറ്. യജ്ഞബാഹുവാണ് ഈ ദ്വീപിന്റെ അധിപൻ. ശാൽമല ഇന്ദുരൂപം. അടുത്തത് കുശമാണ്. ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം. ഘൃതസമുദ്രത്താൽ ചുറ്റപ്പെട്ടതായ ദ്വീപാണ് ഈ കുശം. ഈ കുശദ്വീപ നിവാസികള് ഭഗവാനെ അഗ്നിസ്വരൂപത്തിലാണ് ആരാധിക്കാറ്. ഇവരുടെ പ്രധാന ദേവത അഗ്നിയാണ്. ഈ ദ്വീപിന്റെ അധിപൻ ഹിരണ്യരേതസ്. അടുത്തത് ക്രൗഞ്ചേ അംബുരൂപം. ക്രൗഞ്ചദ്വീപം. ഇവിടെ അംബുരൂപ. അമ്പു എന്ന് വെച്ചാൽ വെള്ളം, ജലം. ഈ ദ്വീപിൽ വസിക്കുന്നവര് ജലത്തെയാണ് ആരാധിക്കുന്നത്. തർപ്പണം മുതലായിരിക്കുന്ന ക്രിയകൾക്ക് പ്രാധാന്യം കൊടുക്കണം. ക്ഷീരസമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ദ്വീപ്. ഈ ദ്വീപിന്റെ അധിപതി ഘൃതപൃഷ്ഠൻ. അടുത്തത് വായുമയം ച ശാകേ. ശാകദ്വീപ്. ദധിമണ്ഡോതം എന്ന സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കണു ഈ ഒരു ദ്വീപ്. ദധി എന്ന് വെച്ചാൽ തൈര് എന്നൊരർത്ഥമുണ്ട്. ഈ ദ്വീപിൽ വസിക്കുന്നവര് വായുവിനെയാണ് ഉപാസിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ദേവത വായു. ഈ ദ്വീപിന്റെ അധിപനാണ് മേധാതിഥി. അവസാനമായിട്ട് പുഷ്കരത്തെ കുറിച്ചാണ് പറയുന്നത്. ത്വാം ബ്രഹ്മരൂപം അപി പുഷ്കര നാംനി ലോകാഃ. ശുദ്ധജലത്താൽ ചുറ്റപ്പെട്ടതായിരിക്കുന്ന ഈ ഒരു ദ്വീപ് പുഷ്കരം. പ്രിയപ്രദപുത്രനായിരിക്കുന്ന വീതിഹോത്രനാണ് ഈ ദ്വീപിന്റെ അധിപൻ. ഇവിടെയുള്ളവര് ഭഗവാനെ പരബ്രഹ്മസ്വരൂപേണ ആരാധിച്ചു പോരണം. അങ്ങനെ ദ്വീപുകളെ കുറിച്ചും അവിടെ അധിവസിക്കുന്നവരെ കുറിച്ചും അധിപനെ കുറിച്ചും അവിടുത്തെ മുഖ്യ ദേവതയെക്കുറിച്ചും ഈ ഒരു ശ്ലോകം, 10ാമത്തെ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. 11ാമത്തെ ശ്ലോകം. സർവൈ ധ്രുവാതിഭി ഉടുപ്രകരൈഃ ഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുഷായിൻ. പുച്ഛാദികേഷു വാൽ തുടങ്ങിയ, അവയവേഷു അതത് അവയവങ്ങളുടെ
അഭികൽപ്യമാനൈഹി ധ്രുവാതിഭി സർവൈഹി ഉടുപ്രകരൈഹി. വാൽ തുടങ്ങിയ അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് സങ്കൽപ്പിക്കപ്പെടുന്ന ധ്രുവൻ മുതലായ സകല നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹൈശ്ച സൂര്യ ചന്ദ്രാദികളായ ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യാസു ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യ. സന്ധ്യതോറും, അതായത് 3 സന്ധ്യയും, പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ. ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യ. ശിംശുമാരത്തിന്റെ വടിവുള്ളവനായിട്ട് യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും സിന്ധുഷായിൻ ത്വം മമ നരകം രുന്ധി. സിന്ധുഷായിൻ സമുദ്രത്തിൽ ശയിക്കുകയാണ്, ജലത്തിൽ ശയിക്കുന്നവൻ. അതാരാ? പാലാഴിയില് കുടികൊള്ളുന്നതായ സാക്ഷാൽ ഭഗവാൻ. അവിടുന്ന് ത്വം മമ നരകം രുന്ധി. ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് ഈ ഉള്ളവന്റെ നരകത്തെ രുന്ധി തടയുമാറാകണമേ. ശ്രദ്ധിക്കാം, നക്ഷത്രമണ്ഡലത്തെയാണ് ഈ ഒരു ശ്ലോകം വർണ്ണിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകം വരെ ഭൂമണ്ഡലത്തെ കുറിച്ചാണ് പറഞ്ഞത്, ദ്വീപുകളെ കുറിച്ചൊക്കെ അവിടെ വർണ്ണിച്ചുവല്ലോ. ഈ ശ്ലോകത്തില് നക്ഷത്രമണ്ഡലത്തെ കുറിച്ച് പറയണം. ഇവിടെ ഭഗവാൻ ഒരു ശിംശുമാരത്തിന്റെ, അതായത് വലിയൊരു മത്സ്യം പോലെയുള്ള ഒരു ആകൃതി, ആ ശിംശുമാരത്തിന്റെ വാലിന്റെ സ്ഥാനത്ത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നന്നായി പ്രകാശിക്കണ, വളരെയധികം പ്രകാശം ചൊരിയണ ഒരു നക്ഷത്രം, അതത്രേ ധ്രുവ നക്ഷത്രം. ശ്രദ്ധിക്കാം, ശിംശുമാരസ്വരൂപിയായ ഭഗവാന്റെ വാലിന്റെ അറ്റത്ത് ധ്രുവമണ്ഡലം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അവിടെ നിന്നിട്ട് ഓരോരോ അവയവങ്ങളില് പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മദേവൻ ഇവരൊക്കെ വസിക്കുന്നുണ്ട്. വാലിന്റെ കടക്കല് ധാതാവ്, പിന്നെ വിധാതാവ്, അരക്കെട്ടില് സപ്തർഷികൾ വസിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ അവയവങ്ങളുടെ സ്ഥാനങ്ങളില് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആകുന്നു എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ശ്ലോകം, 12ാമത്തെ ശ്ലോകം. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. പാതാളമൂലഭുവി, പാതാളത്തിന്റെ അടിത്തട്ടിൽ, ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം. നല്ലൊരു പ്രയോഗമാണത്. ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം. കിടന്നാടിക്കളിക്കുന്ന ഒരേ ഒരു കുണ്ടലം കൊണ്ട്, ആ കുണ്ടലത്തിന്റെ പ്രകാശത്താൽ നന്നായി ശോഭിക്കണ 1000 ഭണങ്ങളുള്ളവനും, നീലാംബരം നീലവസ്ത്രം ധരിച്ചവനും, ധൃതഹലം, ഹലം എന്ന് വെച്ചാ കലപ്പ, അപ്പൊ കലപ്പ ആയുധമായി എടുത്തിട്ടുള്ളവനും, ഭുജഗാംഗനാഭിജുഷ്ടം, ഭുജഗാംഗനമാര് എന്ന് വെച്ചാൽ നാഗസ്ത്രീകള്. അപ്പോൾ നാഗസ്ത്രീകളാൽ പരിസേവിതനും ആയ ശേഷതനും ഭവന്തം ഭജേ, ആദിശേഷന്റെ രൂപത്തിലുള്ള അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ഗുരുഗേഹനാഥ ഗദാൻ ഹര. ഹേ ഗുരുവായൂരപ്പ, എന്റെ രോഗങ്ങളെ ശമിപ്പിക്കണേ. ഹേ നാരായണ. ശ്രദ്ധിക്കാം, പാതാളമൂലഭുവി ശേഷതനും ഭവന്തം. ഏറ്റവും താഴെയുള്ള ഇടാണ് ഈ പാതാളം. അപ്പൊ ഈ പാതാളത്തിനും അടിയില് 30,000 യോജന താഴെയായിട്ട് ഭഗവാന്റെ തമോ ഗുണപ്രധാനമൂർത്തിയായ അനന്തൻ വസിക്കുന്നുണ്ട്. 1000 ഭണങ്ങളോട് കൂടിയിട്ടാണ് അനന്തൻ ശോഭിക്കുന്നത്. മനോഹരമായ ആ ഒരു കുണ്ടലം ധരിച്ചിട്ടുണ്ട്.
ആ കുണ്ടലത്തിന്റെ പ്രഭയാല് 1000 ഭണങ്ങളും നന്നായി ശോഭിക്കേണ്ട. അനേക നാഗസ്ത്രീകളോടുകൂടിയിട്ട് ഭഗവാൻ ശ്രീ അനന്തമൂർത്തി ശോഭിക്കണം. ഹേ ഗുരുവായൂരപ്പ, ആദിശേഷന്റെ ആകൃതിയിലുള്ള അങ്ങയെ ഈ ഉള്ളവനും ഭജിക്കുകയാണ്. ദുഷ്ടം ഭജേ ഹരഗതാൻ ഗുരുഗേഹനാഥ. കുറേ ദിവസമായി ഇപ്പതാ അങ്ങയുടെ ഈ തിരുനടയിൽ വന്ന് അങ്ങയെ ഉപാസിക്കണം. വാത്സല്യനിധിയായ ഹേ ഗുരുവായൂരപ്പ, ഈ ഉള്ളവന്റെ രോഗങ്ങളെ അവിടുന്ന് വേഗം ശമിപ്പിക്കണം. നാരായണ 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 നാരായണ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.